ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഒത്തിരി നാളായി നമ്മൾ കണ്ടിട്ട്, വീഡിയോസൊന്നും വരാത്തത് കുറേ ആയി അല്ലേ? അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നല്ലൊരു പുഴമീൻ വെച്ചിട്ടുള്ള തലക്കറിയും പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം വെച്ചിട്ടുള്ള ഫ്രൈഡേയും റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് 2 കിലോ തൂക്കമുള്ള വലിയ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല വലിയ മീനാണ്. വീഡിയോയിൽ അത്രമാത്രം വലിപ്പമൊന്നും കാണുന്നില്ല, നേരിൽ നല്ല വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കണം. അപ്പം നമ്മൾ വീടിൻ്റെ പുറത്തുനിന്നാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഉമ്മയാണ് ചെയ്യുന്നത്. ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. തനി നാടൻ രീതിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. വലിയ മീനാകുമ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല കട്ടിയായിരിക്കും. കട്ട് ചെയ്തെടുക്കുമ്പോഴായാലും ഇങ്ങനെ ചെതുമ്പലൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞെടുക്കുമ്പോഴൊക്കെ നല്ല കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പേര് പറയാമെന്ന് കൂടി കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലഭാഗം വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്തിട്ട്. അത് മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നേർപകുതിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം വെന്ത് കിട്ടാനൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഉപ്പിട്ടിട്ട് നമ്മൾ വെക്കുമെങ്കിലേ മീൻ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ബാക്കി ഇതേപോലെ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കാണെങ്കിൽ ഇതിനേക്കാൾ കനം കുറക്കാം, കനം കൂട്ടുകയും ചെയ്യാം. അപ്പം ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇടിക്കല്ലിലേക്ക് പിന്നെ 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ ചതച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും കൂടി ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ 4 സ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും 2 സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമെങ്കിൽ കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു കട്ടിയായിട്ട് ഇതേപോലെ ഒന്ന് ബാറ്റർ പോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണമെങ്കിൽ ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തലയുണ്ടല്ലോ, അതെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു 4-5 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂണോളം ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. മീൻ കറിക്കാവുമ്പോൾ നല്ല പോലെ സവാളയൊക്കെ വഴന്ന് വരണം കേട്ടോ. സവാളയൊന്നും കാണാനേ പാടില്ല കറി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം. അതിൽ ഗ്രേവി മാത്രമായിട്ട് കാണണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 സ്പൂണോളം മുളക് പൊടിയും 1 സ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ സാധാരണ മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുക മീൻ കറി ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ടൊന്ന് നന്നായി തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. ഇതൊന്ന് വറ്റി വരാൻ വേണ്ടി അടച്ചു കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ അതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഏകദേശം കുറച്ച് പാകമായി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് തല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ്റെ തലഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് ഏകദേശം വേവുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. വലിയ തലയാകുമ്പോൾ കുറച്ച് സമയമെടുക്കും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം.
ഞങ്ങൾ ചേർത്തതൊക്കെ നല്ല കറക്റ്റ് പാകത്തിനാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് ഈ ഒരളവിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നല്ല പോലെ ഗ്രേവിയൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. തലഭാഗം ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാടൻ പുഴമീൻ കറി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങൾ ദോശയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ചൂടായ ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് പോവില്ല, പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഉൾഭാഗം ഒന്ന് വേവണമെങ്കിൽ കുറച്ച് മീഡിയം ഫ്ലെയിമിലിടുക, എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നെയ്യൊക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരും മീൻ്റെ, അപ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പുഴമീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ല എങ്കിൽ. അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാ മീനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.